വയനാട്ടിലെ ദുരന്തബാധിതർക്കായി കായംകുളത്തെ മംഗല്യ മൊബൈൽസ് പ്രഖ്യാപിച്ച 50 മൊബൈൽ ഫോണുകൾ സ്ഥാപനമുടമ കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്കാണ് ഫോണുകൾ കൈമാറിയത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കായംകുളം മംഗല്യ മൊബൈൽസ് പ്രഖ്യാപിച്ച 50 മൊബൈൽ ഫോണുകൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്ക് കൈമാറി. വയനാടുണ്ടായ ദുരന്തത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആ നിമിഷം മുതൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടതകളും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമെത്തിയ ആംബുലൻസ് പോലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആംബുലൻസാണ് ആദ്യമെത്തിയത്. ആദ്യം അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട കുട്ടി തീരെ ഒരു കുഞ്ഞിനെയാണ് ആദ്യം രക്ഷിച്ചത്. അവിടെ ലക്ഷോപലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് അവിടുത്തെ ക്യാമ്പുകളിലും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്കും പട്ടാളത്തിനും പോലീസിനും അടക്കം ഉള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ഉത്തരവാദിത്വം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീ ജോജിൻ ടി ജോയിയുടെ നേതൃത്വത്തിൽ അവിടെ മുഴുവൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മറ്റെല്ലാവരും ഉണ്ടെങ്കിലും പൂർണ്ണമായും അവിടെ ഏതു സമയത്തും കയറി ചെല്ലാൻ പറ്റുന്നത് വ്യാപാരി വ്യവസായികൾക്ക് മാത്രമാണ്. എത്ര നിയമങ്ങളുണ്ടെങ്കിലും, കാരണം അവരാണ് അവിടെ വ്യാപാരികളാണ് അവിടുത്തെ ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് എല്ലാ അർത്ഥത്തിലും സഹായിച്ചുകൊണ്ട് 24 മണിക്കൂറും നൂറുകണക്കിന് വ്യാപാരി വ്യവസായ പ്രവർത്തകരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ ഒട്ടനവധി ആളുകൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ, വ്യാപാരി വ്യവസായികൾ എല്ലാവരെയും സംരക്ഷിക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിനോ അവരുടെ സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കുന്നതിനോ സഹായവുമായി ആരും എത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. കാരണം നമുക്കറിയാം അവർക്കിനി ഉപജീവനത്തിന് യാതൊരു മാർഗവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഭാവി ഇരുളടങ്ങിയതാണ്. അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ മരണപ്പെട്ട് അവരെ കട നഷ്ടപ്പെട്ട് ആ കട നിൽക്കുന്നിടത്തിന് കടമുറി പണിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ ആരും രംഗത്ത് വരാത്തതിൻ്റെ പ്രതിഷേധം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഷെരീഫ്, യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സബാദ്, ഹസിം നാസർ, മറിയം സജു, എം ജോസഫ്, വി കെ മധു, ഷാനവാസ് മംഗല്യ, സജീർ മംഗലത്ത് എന്നിവർ പങ്കെടുത്തു. പ്രളയം തകർത്തെറിഞ്ഞ വയനാടിനെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ കൈകോർക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമ്മളും ആ ഉദ്യമത്തിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ആ ഒരു ചിന്തയാണ് എന്നെ ഈ ഫോൺ കൊടുക്കണമെന്ന ഇതിലെത്തിച്ചത്. എല്ലാവരും അവരവരൊക്കെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 50ഓളം ഫോണുകളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. വയനാട്ടിൽ കടമുറികളും മറ്റും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പുനരധിവാസ പാക്കേജുകൾ ഉൾപ്പെടെയുള്ള ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്ന് രാജു അപ്സര ചടങ്ങിൽ പറഞ്ഞു. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ നാടിന്റെ നട്ടലാണെന്നും എല്ലാ ദുരിതങ്ങളിലും കൈയയച്ച് സഹായിക്കുന്നത് ചെറുകിട വ്യാപാരികളാണെന്നും രാജു അപ്സര പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.